ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമഃ. എന്തോന്നുകൊണ്ട് സംസാര സമുദ്രത്തിൽ അന്തരാ വീണു നീന്തിത്തളർന്നെങ്ങുമേ തൽക്കര കാണാഞ്ഞു സംഭ്രമിക്കും ജനസങ്കടം തീരുവാനൊന്ന് എളുതായുള്ളു സന്തോഷമുറ്റരുൾ ചെയ്ത് അരുളേണമേ. സന്തതം പാലയാമാം ഭവസാഗരാല് ഇത്തം മൃദുവചനം കേട്ട് വങ്കലത്യന്ത വിശ്വാസമുറ്റു വൈദാത്രനും ചിത്തം തെളിഞ്ഞു ചിരിച്ച് അരുൾ ചെയ്താനെത്രയും നന്നു നന്ദി ചോദ്യമിന്നടോ. ബന്ധമോക്ഷപ്രബോധങ്ങളെല്ലാം ഭവാൻ അന്തനല്ലുള്ളിലറിഞ്ഞവനെങ്കിലും ലോകോപകാരാർത്ഥമായിന്നു ചോദിച്ചത്. ആകയാൽ ഞാനതിന് ഉത്തരം ചൊല്ലുവൻ കേട്ടുകൊൾക്കെന്നു മായാപ്രബോധങ്ങളും വാട്ടമൊഴിഞ്ഞു തന്മോക്ഷപ്രകാരവും ഭാഗവതധർമ്മനീതി മതങ്ങളും ഭാഗതയാപ്തികൾ സംവാദനീതിയും ബ്രഹ്മാണ്ഡമായ പ്രപഞ്ചഭേദങ്ങളും നിർമ്മല കർമ്മയോഗ ജ്ഞാനഭേദവും ഭക്തിമാർഗേണ ഗുരുപദേശങ്ങളും ഭക്തജനാത്മ ജ്ഞാനപ്രഭേദങ്ങളും ഭക്തിതൻ ഭേദക്രമവിശേഷങ്ങളും മുക്തിയും തീർത്തരുൾ ചെയ്ത മുനീന്ദ്രനും ജ്ഞാനോപദേശത്തെയും ഗ്രഹിച്ച് ആത്മനാ ആനന്ദവും ഗ്രഹിച്ചാശു നരവരൻ ദീനമൊഴിഞ്ഞു മുനിവരന്മാരെയും മാനിച്ചു പൂജിച്ചു വാഴ്ത്തി സ്തുതിച്ചുടൻ ഭേദബുദ്ധിഭ്രമം തീർന്നു നിൽക്കും വിധൗ മോദാലനുഗ്രഹം ചെയ്തെഴുന്നള്ളിനാർ. ശ്രീസനകാദികൾ പോയി മറഞ്ഞോരളവ് ആസുരീ പാപമശേഷമകലവേ നീക്കിക്കളഞ്ഞവൻ ഈശ്വരൻ യാഗവും വായിക്കും ആനന്ദേന ചെയ്തൊടുക്കി ദ്രുതം. സർവദേവാനുഗ്രഹം കൊണ്ടു ദീപ്തനായി സർവം പരബ്രഹ്മണി ലയിപ്പിച്ചുടൻ സർവദാ വാഴും നൃപനേ ദിക്പാലക സർവഗുണങ്ങൾ സംപ്രാപ്തമായ അന്യകം. സർവപ്രിയനായിരുന്നവൻ തന്നെ യൗവനകാലം കഴിവോളം അങ്ങനെ ദൈവവശാൽ പരിപാലനം ചെയ്തവൻ സർവാശ്രയൻ മഹാധർമ്മപരായണൻ. വാർദ്ധക്യകാലേ തനയനും രാജ്യവും ആസ്തയായി നൽകി പ്രിയയാ സമം മുതാ കാനനം പ്രാപിച്ചിരുന്നാൽ തപസ്സിനായി മനസ്സേ നാരായണനെ സ്മരിച്ചവൻ
പഞ്ചാഗ്നിമധ്യേ മഹാഗ്രീഷ്മകാലം അങ്ങഞ്ചാതെ വർഷകാലേ നനഞ്ഞു സദാ സമ്പ്രതി തൻ കഴുത്തോളം ജലത്തിലും കമ്പമൊഴിഞ്ഞു ശിശിരകാലങ്ങളിൽ ഇന്ദ്രിയഗ്രാമം ജയിച്ചേകപാതേന നിന്നു പഴുത്തും കൊഴിയും ഇലകളും കായും കനിയും ജലവും അന്നന്നു താൻ വായുവും മിഥ്യാദൃശനനേന സന്തതം കാമരാഗക്രോധ ലോപ മോഹാദികൾ ആമോദപൂർവം അകലെ കളഞ്ഞുടൻ നാരായണ പ്രസാദാശയനാ നിത്യം അങ്ങോരോ വിഷയ വൈരാഗ്യബുദ്ധ്യാചിരം ധാരണയായി തപം ചെയ്തു വാഴുന്ന നാള് കാരുണ്യവാരിധി തന്ന് അനുജ്ഞാവശാല് ജ്ഞാനം തെളിഞ്ഞു ഉദിച്ചാത്മനായന്യകം കാണായളവും ദൃഢാസനനായി നിജ കായം നിവർന്ന മൂലാധാരമധ്യസംസ്ഥായി പായും ക്രമ ചക്രഷട്കങ്ങളും ഭേദിച്ചുടൻ ചതുർവിംശതി തത്വസം വേദാത്മങ്ങൾ തൽക്കാരണേ സർവവും സംഹരിച്ചാഹന്ത കാര്യങ്ങൾ കാരണേ സംഹരിച്ച് ആത്മനീ മായയും തഥാ ചേർത്തു ലയിപ്പിച്ചു തൽപുരുഷാർത്ഥ സംപ്രാപ്തനായാൻ വൈന്യനാം ദ്രുപദീന്ദ്രനും ഏവം പരബ്രഹ്മണി ലയിക്കും നരദേവനെ കണ്ടുടൻ അർച്ചിസതി ശുചാ കേവലം തൽപരിചാരകന്മാരുമായി ആവോളമുള്ളഴിഞ്ഞാശു സംസ്കാരവും ചെയ്തു താൻ കൂടെ ദഹിച്ചാൾ ചിതയതിൽ കൈതപമെന്നിയേ ഭർത്തപ്രബത്സല നാരിമാരിങ്ങനെ മറ്റുലകെങ്കലിൽ ആരും അർച്ചിസിനോടത്തവർ നിർണയം താരാർമകൾ നിജകാരണേ ചേർന്ന് നാരായണങ്കൽ ലയിച്ചു നരേന്ദ്രനും. പ്രജാതാക്കളുടെ ചരിത്രം. ഭൂപാലപുത്രൻ വിജിതാശനും പിന്നെ ഭൂപരിപാലനം ചെയ്തു വാഴുന്ന നാൾ ഹര്യാക്ഷനും ധൂമ്രകേശൻ മൃഗനും അങ്ങർഹത്വമേറ്റമേറിയിടും ദ്രവിണസന്താനം സഹചരവന്നവർ നാൽവരും സാനന്ദമാകന്ത പൂർവാദിദിക്കുകൾ നാലും പരിചോടു പാലിച്ചിരുന്നതക്കാലം ഹവിർത്തനായിതു രാജ്യവും അവനും മകൻ പ്രാചീന ബർഹിസവൻ അവനീ മണ്ഡല അഖിലം നിറയെ പ്രാചീനാഗ്രസ്തം സ്തംഭങ്ങളാലപിച്ച് പ്രാപിപ്പിച്ചാൻ യജ്ഞങ്ങൾക്കതിനാലേ നാമമതായതവന്നു ശതദ്രുതി കാമിനീരത്നം സമുദ്രാത്മജേയവൾ തന്നെ ചതുർമുഖൻ തൻ നിയോഗത്തിനാല് മന്നവൻ വേട്ടു സുഖിച്ചു വാഴുന്ന നാൾ പുത്രരവൾ പെറ്റുടൻ പ്രജാതാക്കളെന്ന് അത്രൈവ 10 പേരുണ്ടായതൂഴിയിൽ തൽപ്രജേതാക്കൾ സംസാര വിഷയങ്ങൾ ഉൾപ്പുവിലേതുമൊന്ന് ഇച്ഛിയാതെ വരം ചിത്കനമാത്മരമ്യ സ്വയം ജ്യോതിഷം തൽക്കാരണമുപാസിച്ചവരേവരും പശ്ചിമദിക്കു നോക്കി തപസ്സിന്നു പോയി.
സ്വച്ഛബുദ്ധ്യാ പരമാത്മജ്ഞാനാർത്ഥികൾ താമര പൊയ്കതൻ തീരദേശത്തു ചെന്ന് ആമോദശാലികൾ തങ്ങളിരുന്നുടൻ. ഗാന്ധർവവും ശ്രവിച്ചാനന്ദചിത്തരായി ശാന്തേതരം പൊയ്കതന്നിൽ നിന്ന് അഞ്ജസാ നേരെ കരേറി പരിചോടെഴുന്നള്ളും ശ്രീരുദ്രനെ നമസ്കാരവും ചെയ്തവർ നിന്ന നേരം പ്രസാദിച്ചതാ രുദ്രനും നിന്നവരോട് അരുൾ ചെയ്തു മധുരമായി. നിങ്ങൾ മഹത്വമേറും പ്രജാതാക്കളെ എന്നിങ്ങനെ ചൊല്ലും മഹത്തുക്കളല്ലയോ. തുല്യാത്മനമരുവീടും പ്രധാനികൾ കല്യാണശീലന്മാർ ഭാഗവതാഢ്യന്മാർ നല്ല ഭക്തന്മാരവരെ അനുഗ്രഹിച്ച് അല്ലലൊഴിപ്പതിനുള്ളോര് ഞാനിപ്പോൾ രുദ്രഗീതം മഹാമന്ത്രം തെളിഞ്ഞതി ഭദ്രാത്മന നിങ്ങൾക്കാശു ചൊല്ലിത്തരാം. ശുദ്ധബുദ്ധ്യ ജപിച്ചാലും ഈ സ്തോത്ര എന്നത്യാദരാല് ഉപദേശിച്ച് അരുളിനാൻ. തൽകീർത്തനേനെ തപസ്സിനായി കൊണ്ടവർ അക്കാല സമുദ്രേ മുഴുകിയിടിനാർ. മുഖ്യ തപോധനൻ നാരദൻ നദി വിഖ്യാതനായേഴും പ്രാചീന ബർഹിസൻ. പൂരിലമ്മാറെഴുന്നള്ളിയ നേരത്ത് സാരനായുള്ള നരവരനും മുത ഭക്ത്യാ നമസ്കൃതി ചെയ്തെഴുന്നേറ്റുടൻ പ്രീതി കൈകൊണ്ടു കൂട്ടിക്കൊണ്ടുപോയി ചെന്ന് അർഘ്യപാദ്യാസന പൂജകളെയും മുത രാജപ്രവരനം ചെയ്തിരുത്തിയിടിനാൻ. അപ്പോൾ മഹാമുനി നാരദനാത്മജ്ഞാന പ്രഭേദങ്ങളാം അത്ഭുതവാണികൾ ജൽപ്പിച്ചതു കേട്ടും സംസാരവൈരാഗ്യ ഉൾപ്പുവിൽ കലർന്നു പൃഥ്വീശ്വരൻ ജ്ഞാനോപദേശ ഗ്രഹണത്തിലാഗ്രഹം. മനസേ പൂണ്ടു ചോദിച്ചതിനുത്തരം ചൊന്നാൻ മുനീന്ദ്രനടോ. നൃപതീശ്വര മുന്നം ഭവാനാലഘോ ഹനിച്ചീടിന യജ്ഞപ്പശുക്കൾ ഭവാനെ ഹനിപ്പതിൻ അജ്ഞാനികൾ പരലോകത്തുളരോടോ എന്നുള്ളതിങ്കൽ പുരഞ്ജന വൃത്തമാകുന്നോര് ഇതിഹാസവും അരുളി ചെയ്ത. മുന്നൻ പുരഞ്ജന നരേന്ദ്രോത്തമൻ തന്നുള്ളിലങ്ങനെ വിജ്ഞാത സകനെയും വിട്ടുകളഞ്ഞോരു രാജധാനീന്ദ്രമുൽ കൃഷ്ടമായുണ്ടാക്കുവാൻ തിരഞ്ഞിടിന. കണ്ടിലതു തനിക്കുള്ളിൽ തെളിഞ്ഞതും കൊണ്ടത പിന്നെയും നീളെ നടന്നവൻ കിന്നനായേറ്റം പരവശനായുടൻ ചെന്നു ഹിമവൽ ഗിരിവരൻ തന്നെ താഴ്വരയിങ്കലമ്മാറു തെക്കേ പുറത്ത് ആവോളമമ്പോടു നോക്കി നടക്കുമ്പോൾ 9 വാതിലുള്ളൊരു പുരവരം മുമ്പിലമ്മാറതിലക്ഷണയുക്തമായി കണ്ടാനവൻ. പുറമേ ബഹുശോഭ പൂണ്ടോര് ഉദ്യാനമതിങ്കൽ വിവിധമാം പുഷ്പ സൗരഭ്യ സമൃദ്ധി ഗുണങ്ങളാൽ ഉൾപ്പുവിലമ്മാറുദർഭകഭ്രാന്തികൾ
വർദ്ധിതമായിരിക്കും പ്രദേശോത്തമേ സ്വസ്ഥലത്തിങ്കൽ ഒരുത്തിയെ കേവലം 100 ജനങ്ങൾ സഖിമാരുമായി ഏറെയുള്ളോർ ബഹുനായകന്മാരോടും പഞ്ചപെണനാമഹിവരൻ തന്നോടും അഞ്ചിതയാം പ്രമദോത്തമ തന്നെയും ഭർത്താവിനെ തിരഞ്ഞങ്ങു നടക്കുന്നോര് ഉത്തമയാം അവളെ കണ്ടു സാദരം ചിത്തേ മുഴുത്ത മദനപരവശാലത്തേൻമൊഴിയാളോട് ആശു ചോദിച്ചിതു. ഹരേ നാരായണ. അടുത്ത ഭാഗം നാളെ.